അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, ഇനി ജബ്ബാർ മാഷ് ഖുർആനിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നത്, മൂസ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഫറോവയുടെ ഏറ്റവും അടുത്ത സജീവനായിരുന്ന ഹാമാൻ, ആ ഹാമാനെ സംബന്ധിച്ച് ഖുർആനിൽ 2-3 സ്ഥലത്ത് പരാമർശങ്ങളുണ്ട്. അതിലൊന്ന്, യാ ഹാമാനു ബിനിലി സർഹൻ ലഅല്ലി അത്തലി ഇലാ ഇലാഹി മൂസ. ഹാമാൻ, നീ എനിക്കൊരു ഗോപുരം പണിതു തരണം, ഞാൻ മൂസയുടെ ഇലാഹിനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ, ആകാശലോകത്തേക്ക് കയറി മൂസയുടെ ദൈവത്തെ, ഇലാഹിനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ എന്ന് ഹാമാനോട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അത് 2 സ്ഥലത്താണ് ഖുർആൻ ആ പരാമർശം നടത്തിയിട്ടുള്ളത്. ഇവിടെ ജബ്ബാർ മാഷ് പറയുന്നത്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെറ്റുപറ്റി. കാരണം ഹാമാന് മൂസയുടെ സമൂഹത്തിലുണ്ടായിരുന്ന ജീവിച്ച ആളല്ല. ഹാമാൻ എന്ന് പറയുന്നത് ജബ്ബാർ മാഷ് പറയുന്നത് ദാനിയേൽ പുസ്തകത്തിൽ പറയുന്നതാണ്. ദാനിയേൽ പുസ്തകത്തിൽ അങ്ങനെ ഒരു ഹാമാനെ സംബന്ധിച്ച് പരാമർശമേ ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ജബ്ബാർ മാഷെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് താൻ ഖുർആനെ വിമർശിക്കാൻ വേണ്ടി കണ്ടുവച്ച കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു വിടണമെന്നേ ഉള്ളൂ. അതിൽ വ്യക്തത അല്ലെങ്കിൽ സത്യസന്ധത, എവിടെയാണ് സംഗതി പറഞ്ഞിട്ടുള്ളത്, ഇതൊന്നും അദ്ദേഹത്തിന് കൃത്യമായി ആളുകളെ ധരിപ്പിക്കുന്ന രീതിയിൽ പറയണമെന്നുമില്ല, അത് അദ്ദേഹത്തിന് അറിയണമെന്നുമില്ല. അത് ഖുർആനെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കണം, അവഹേളിക്കണം, എന്നിട്ട് പറ്റുമെങ്കിൽ കുറച്ച് ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അത്രേ അദ്ദേഹത്തിന് ഉദ്ദേശമുള്ളൂ. ഇല്ലെങ്കിൽ അദ്ദേഹം ദാനിയേൽ പുസ്തകത്തിൽ ഇല്ലാത്തൊരു സംഗതി ദാനിയേൽ പുസ്തകത്തിലുണ്ട് എന്നെങ്ങനെയാണ് പറയാം? ഇത് നേരത്തെ അദ്ദേഹം പല കാര്യങ്ങളെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പോക്രിഫ, അതുപോലെ തെൽമൂദ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ബൈബിൾ ശരിക്കും വായിച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുക. ഈ ഹാമാനെ സംബന്ധിച്ചുള്ള പരാമർശം ബൈബിളിൽ എസ്തേർ പുസ്തകത്തിലാണുള്ളത്. എസ്തേർ പുസ്തകം എന്ന് പറയുന്നത് ബൈബിള് പഴയ നിയമം, ബൈബിളിലെ പഴയ നിയമത്തിൽ പഴയ നിയമത്തിലാണ് എസ്തേർ പുസ്തകമുള്ളത്. 17ാമത്തെ പുസ്തകമാണത്. ആ പുസ്തകത്തിൻ്റെ തുടക്കം തന്നെ അഹശ്വേറോഷിൻ്റെ വിരുന്ന് എന്ന് പറഞ്ഞിട്ടാണ് 1ാമത്തെ അധ്യായം തുടങ്ങുന്നത്. അഹശ്വേറോസ് എന്ന് പറയുന്നത് ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രവിശ്യകളിൽ ഭരണം നടത്തിയിരുന്ന ഒരു രാജാവ്. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം ശൂഷൻ എന്ന് പറയുന്ന ഇടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭുക്കന്മാരിൽ ഒരാളെ സംബന്ധിച്ച്, ഹാമാൻ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഈ അഹശ്വേറോസ് രാജാവിൻ്റെ പ്രഭുക്കന്മാരിൽ ഒരാൾ ഹാമാനെ പറ്റി പറയുന്നുണ്ട്. ഈ ഹാമാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിദ്ധരിച്ചതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായനയും ചരിത്രമൊന്നും അറിയില്ല. അപ്പോൾ മക്കയിൽ വന്ന് താമസാക്കിയ കൊല്ലപ്പണിക്കാരൊക്കെ ആയിട്ടുള്ള ജൂതന്മാരാണ് നബിക്കത് പറഞ്ഞു കൊടുത്തിട്ടുള്ളതെന്നാണ് ജബ്ബാർ മാഷയുടെ ഭാഷ്യം. അതവിടെ കേട്ടെ. ജബ്ബാർ മാഷ് പറയുന്നത് കേട്ടാൽ, ഒരു ലോകത്ത് ഹാമാൻ എന്ന് പറയുന്നത് ഒരൊറ്റ മനുഷ്യനെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മൂപ്പർക്ക് അത്രത്തോളം അതിൽ പിടിപാടുണ്ട്. ചരിത്രമൊക്കെ വായിച്ച് കലക്കി കുടിച്ച്
ലോകത്ത് വേറെ ഒരു ഹാമാനും ഇല്ലായിരുന്നു എന്നൊക്കെ പറയാൻ മാത്രമുള്ള വിവരമുള്ള ആളാണ് ജബ്ബാർ മാഷ്. നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പാണ്ഡിത്യത്തിൻ്റെ നിറകൂടല്ലേ. ചരിത്രവും ശാസ്ത്രവും വേദങ്ങളും ഒക്കെ കലക്കി കുടിച്ച മഹാനുഭാവനാണ് നമ്മളുടെ ജബ്ബാർ മാഷ്. അതുകൊണ്ടാണ് അദ്ദേഹം മാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഔദ്ധത്യബോധം, അഹങ്കാരം അദ്ദേഹത്തിനില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഹാമാൻ മാത്രമേ ലോകത്തുണ്ടായിരുന്നുള്ളൂ എന്ന് തർപ്പിച്ചു പറയാം? അദ്ദേഹം ഇങ്ങനെ ഒരു ഹാമാനെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാഷ്യം അങ്ങനെയാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെറ്റുപറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഭാഷ്യം അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുർആൻ രചിച്ചിട്ടുള്ളത്. അതും ജൂതന്മാരായിട്ടുള്ള കൊല്ലപ്പണിക്കാരുടെയൊക്കെ നബിയുടെ ഏറ്റവും വലിയ കൂട്ടുകാരായിരുന്ന കൊല്ലപ്പണിക്കാരുടെ വാക്കുകൾ കേട്ടിട്ട്. പക്ഷേ വിശുദ്ധ ഖുർആന് ജബ്ബാർ മാഷ് നിഷേധിച്ചു എന്നതുകൊണ്ട് അതിൻ്റെ വസ്തുതയും സത്യസന്ധതയും ഇല്ലാതായി പോകുന്നില്ല. ജബ്ബാർ മാഷ് വഷളാകുക എന്നുള്ളത് മാത്രമേ അവിടെ സംഭവിക്കുള്ളൂ. ലോകത്ത് ഒരേ പേരിൽ ഉള്ള പല മനുഷ്യന്മാരും പല കാലഘട്ടങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് ജീവിച്ചു പോന്നിട്ടുണ്ട് എന്നുള്ളത് ഏത് സാമാന്യ ബുദ്ധിക്കും മനസ്സിലാവുന്ന ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. ആ നിലക്ക് ഫറോവയുടെ സജീവനായിരുന്ന ഒരു ഹാമാനുണ്ടായിരുന്നു. ആ ഹാമാനെ പറ്റിയാണ് ഖുർആൻ പറയുന്നത്. ഖുർആൻ ഒരിക്കലും എസ്തേർ പുസ്തകത്തിൽ പറഞ്ഞ ഈ അഹശ്വറോഷൻ്റെ പ്രഭുക്കന്മാരിൽപ്പെട്ട ഹാമാനെ സംബന്ധിച്ച് ഖുർആൻ പരാമർശിക്കുന്നില്ല. ഇവിടെ ഖുർആൻ പരാമർശിക്കുന്ന ഹാമാൻ എന്ന് പറഞ്ഞത് ഫറോവയുടെ സജീവനായിരുന്ന ഹാമാനെ പറ്റിയാണ്. ആ ഹാമാനെ സംബന്ധിച്ചുള്ള വിവരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെറ്റുപറ്റിയെന്ന് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ ജബ്ബാർ മാഷ് പറയുന്നത്? അത് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. ഇത് അദ്ദേഹത്തിൻ്റെ തെളിവല്ല. അങ്ങനെ ഒന്ന് അദ്ദേഹം പറഞ്ഞതല്ല തെറ്റാണ്. ദാനിയേൽ പുസ്തകം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എസ്തേർ പുസ്തകത്തിലാണ് ഈ ഹാമാനെ പറ്റിയുള്ള പരാമർശം ബൈബിളിലുള്ളത്. ഇത് വച്ചിട്ട് അദ്ദേഹത്തിന് ഫറോവയുടെ സജീവന്മാരിൽ ഇങ്ങനെ ഒരാളില്ലായിരുന്നു എന്ന് പറയാൻ പറ്റൂല. അത് പറയാനുണ്ടെങ്കിൽ അദ്ദേഹം വ്യക്തമായിട്ടുള്ള തെളിവ് സമർപ്പിക്കണം. ഏത് ചരിത്ര തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ജബ്ബാർ മാഷ് മൂസാ നബിയുടെ എതിർകക്ഷിയായിരുന്ന ഫറോവയുടെ പ്രഭുക്കന്മാരിൽ അദ്ദേഹത്തിൻ്റെ സജീവന്മാരിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്? അങ്ങനെ ഇല്ലായിരുന്നു എന്ന് അദ്ദേഹം തെളിയിക്കുകയാണെങ്കിലല്ലേ ഇവിടെ അള്ളാഹുവിന് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ തെറ്റുപറ്റിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തൻ്റെ അടുത്ത് ഒരു തെളിവില്ലാത്ത കാര്യവും അത് വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു സംഗതി എന്നുള്ള നിലക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തട്ടിവിടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ തള്ളാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ മാഷ് എല്ലായിടത്തും സ്വീകരിച്ചു പോരുന്നത്. അങ്ങനെയുള്ളൊരു തള്ള് മാത്രമാണ് ഇവിടെയും അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇതാണ് നമ്മൾ ആ കാര്യവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്.